അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞാനിതാ രാവിലെ തന്നെ നമ്മുടെ ഡ്യൂട്ടിയിലോട്ട് അങ്ങ് കിടന്നേക്കുവാണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക കേട്ടോ. അപ്പോൾ സൺഡേ മോർണിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. നമുക്ക് എപ്പോഴും ഉള്ള ഒരു പരിപാടി തന്നെയാണല്ലോ ഇത്, പെട്ടി പൊട്ടിക്കൽ. ഇപ്പോൾ ഇക്ക ചെന്നൈയിലാണ്, സെയിം കമ്പനിയിൽ തന്നെയാണ് കേട്ടോ വീക്കെൻഡിൽ നാട്ടിൽ വരാറുള്ളത്. അങ്ങനെ നമ്മളിതാ ഡ്രസ്സുകളൊക്കെ എടുത്തുകൊണ്ട് വാഷിങ്ങിന് ഇടുകയാണ് കേട്ടോ. പിന്നെ ചിക്കന് ഫ്രീസറിലുണ്ടായിരുന്നു, അതും ഒന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് എന്തെങ്കിലും 2 സ്പെഷ്യൽ ഉണ്ടാക്കണം. ഇന്നലെ പിന്നെ ഞാൻ ബിരിയാണി വെച്ചത് കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ചിക്കനിലോട്ട് വേണ്ട എന്തെങ്കിലും, ആ ബിരിയാണിക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. തീരുമാനിച്ചിട്ടില്ല. എന്തായാലും വ്ളോഗ് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതാ വാഷിങ്ങിനൊക്കെ ഇട്ടു. ഇനി വേഗം പോയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. പെട്ടെന്ന് പണി തീർക്കണം. വെക്കേഷൻ ആയപ്പം ഞാൻ വിചാരിച്ചു ഒരു 11:30 ആകുമ്പോഴത്തേക്കെങ്കിലും അടുക്കളയിൽ നിന്ന് പോരണം, ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട്. അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഇരിക്കുന്നത്. പിന്നെ എനിക്കായിട്ടുള്ള ഒരു സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൽ കാണിക്കാം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള പാല് വരുന്നേ ഉള്ളൂ. അവിടെ ആ വയറ് കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് കുറേ ദിവസമായി. അത് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ സംഭവിച്ചതാണ്. ഇനി അതെങ്ങനെ എടുക്കുക എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നോക്കാല്ലേ. അങ്ങനെ പാല് വന്നപ്പോൾ ഞാൻ വേഗം ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ. വെള്ളമൊക്കെ എടുത്തു. നമ്മുടെ ഈ ഫിൽറ്റർ വെച്ചിട്ട് കുറേ വർഷമായി. എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് എത്രയെന്നുള്ളത്. അതേപോലെ ഗ്രൈൻഡറിൻ്റെ റേറ്റ് എത്രയെന്നുള്ളതും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഗ്രൈൻഡർ എനിക്ക് തോന്നുന്നു നമ്മൾ 5200 രൂപയാണ് കേട്ടോ നമ്മൾ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ പാലക്കാട് ഈ സൈഡിലോട്ടില്ലേ ഗ്രൈൻഡർ വീട്ടിലില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് പോലെ കേട്ടോ, വലിയ എന്തോ ഒരു മിസ്സിങ് പോലെയാണ്. മലപ്പുറം ആ സൈഡിലോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഗ്രൈൻഡറിൻ്റെ ഒരു ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കുറേ വീടുകളിൽ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ മിക്സിയിൽ തന്നെയാണ് അവർ എല്ലാം ചെയ്തെടുക്കാറുള്ളത്. എനിക്ക് പിന്നെ ക്വാണ്ടിറ്റി കുറേ വേണം, അതുകൊണ്ടാണ് എനിക്ക് ഗ്രൈൻഡറാണ് എപ്പോഴും കംഫർട്ടായിട്ടുള്ള സംഭവം കേട്ടോ മിക്സിനെക്കാട്ടിലും. അങ്ങനെ ഇതാ നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഗ്രൈൻഡർ വേണം എന്നുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ. പ്രീതിയുടെ ഗ്രൈൻഡറാണ്, നോട്ട് ബാഡ്. ഓക്കെ, ഇനിയിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ലേ. പിന്നെ ഇത് പാലക്കാടൻ സ്റ്റൈൽ ബിരിയാണിയാണോ ചോദിക്കുന്നുണ്ട്. അതെ, നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് അതേ സ്റ്റൈലാണ്. 1 പോട്ട് ബിരിയാണി എന്നൊക്കെ വിളിക്കുക കേട്ടോ. അതിനെ ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വെള്ളമൊക്കെ കറക്റ്റ് അളവ് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ബിരിയാണി പോട്ട് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഭയങ്കര ബിഗ്, ആ ബിഗിൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് അരി കറക്റ്റായി വേവാറില്ല. പകുതി അരി വേവും പകുതി അരി വേവില്ല, അങ്ങനെ ഒരു രീതിയിലാണ് കിട്ടുന്നത് കേട്ടോ. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ പോട്ടിൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ്, കറക്റ്റായിട്ട് വേവാറുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് എനിക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. 2 പ്രാവശ്യം ഞാൻ അതിൽ ബിരിയാണി വെച്ചത് കോളായിട്ടുണ്ട് കേട്ടോ. ഇത്രയും വർഷം ബിരിയാണി വെച്ചിട്ട് 2 പ്രാവശ്യം അങ്ങനെ കൊളായിട്ടുണ്ട്. അന്ന് ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി വെക്കുകയും ചെയ്തിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ 3-3.5 കിലോ ഒന്നിച്ച് വെച്ചു, ഒരു പ്രാവശ്യം ഞാൻ 2.5 കിലോ ഒന്നിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ആണോ, ഇളക്കാൻ അറിയാത്തതിൻ്റെ പ്രോബ്ലം ആണോ, ഇനി ചട്ടിയുടെ പ്രോബ്ലം ആണോ, ഫ്ലെയിമിൻ്റെ പ്രോബ്ലം ആണോ, ഒന്നും അറിയില്ല. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. നമ്മൾ മസാലയൊക്കെ കറക്റ്റായിട്ട് എല്ലാം റെഡിയാക്കി അരി ഇട്ടിട്ട് അതങ്ങ് കൊളാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അല്ലേ, അത് വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ എന്തായാലും ഞാൻ ക്ലീനിങ്ങിലോട്ട് കിടന്നേക്കുവാണ്. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം നമ്മുടെ ബ്ലോഗ് മിസ് ചെയ്യാണ്ട് ഇടണം തന്നെയാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. അതങ്ങനെ തന്നെ നടക്കട്ടെ. ജിനിക്ക് ഇപ്പോൾ പഴയ ഉഷാറൊന്നും ഇല്ല എന്നൊക്കെ കമൻറ്റ് കണ്ടു കേട്ടോ. ഉഷാറൊക്കെ ഉണ്ട്. ചില സമയത്ത് നമ്മൾ എല്ലാറ്റിനും ഒരു മാറി നിൽക്കുന്ന ഒരു ഇത് വരുമല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരിക്കാം മേ ബി എനിക്ക്. പൊതുവേ എനിക്കിപ്പം ഞാനൊരു ഇൻട്രോവേർട്ടായി വരുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ആൾക്കാരോട് സംസാരിക്കാൻ കുറച്ച് പ്രശ്നം, പിന്നെ ജാടയില്ല കേട്ടോ, അത് വിചാരിക്കരുത്. പിന്നെ ടോപ്പിക് ഇല്ലായ്മ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ എന്നോട് എന്താ ഡൗൺ ആവാൻ റീസൺ എന്ന് ചോദിക്കുന്നുണ്ട്. ഡൗൺ ആവാൻ നമുക്ക് പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട. ഹോർമോൺ ചേഞ്ചിൽ വരുന്ന സംഭവങ്ങളും ഉണ്ട് കേട്ടോ. 35 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ത്രീകൾക്ക് പല തരത്തിലുള്ള ഹോർമോൺ 30 വയസ്സ് കഴിഞ്ഞാലേ വരും സംഭവങ്ങളൊക്കെ. 35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വരും. നമുക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ മതിയാവും നമ്മൾ തളർന്ന് അവിടെ ഇരിക്കാൻ. ചെറിയ കാര്യങ്ങൾ മതിയാവും നമുക്ക് ഹാപ്പി ആകാൻ കേട്ടോ. അങ്ങനെയുണ്ട്.
അപ്പോൾ നോമ്പായപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിർത്തിയതാണ്. പിന്നെ എനിക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ആ സ്റ്റാർട്ടിങ് ട്രബിൾ ആലോചിച്ചിട്ടുള്ള വിഷമം നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നല്ലോ. പ്രത്യേകിച്ച് എൻ്റെ ചാനലിൻ്റെ കാര്യത്തിൽ ഞാൻ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടാണ് വീഡിയോ ചെയ്യാറ്. ഇപ്പൊ എന്ത് പറ്റി എനിക്ക്, ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുള്ള ഡൗണും ഒരു ഭാഗത്തുണ്ട്. പിന്നെ അങ്ങനെ കേട്ടോ. അല്ലാണ്ട് പിന്നെ ചൂട്, അത് ഇത് വീഡിയോ എടുക്കൽ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കേട്ടോ. അല്ലാണ്ട് ഭയങ്കര ബിഗ് പ്രോബ്ലം ഒന്നുമല്ല. അങ്ങനെ ഞാൻ വേഗം വേഗം അടിച്ചു വാരി എടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഇങ്ങനെ അടിച്ചു വാരി ഫുള്ള് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര മനസ്സിനൊരു തൃപ്തിയാണ് അല്ലേ. പഴയതിലും കൂടുതൽ ആക്റ്റീവായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ വേണം, എന്നാൽ തന്നെ പറ്റുള്ളൂ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇടുമ്പോൾ അതിൽ വ്യൂ വളരെ കമ്മിയായിട്ട് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിഷമം കൂടി ഉണ്ടാവും. ഈ ഡൗണിന് അതും ഒരു റീസൺ ഒക്കെ തന്നെ ആയിരിക്കാം മേ ബി. ഞാനിപ്പം സംസാരിച്ചപ്പോൾ വന്നൊരു ടോപ്പിക്കാണ് കേട്ടോ അത്. പിന്നെ ഒരുപാട് പേര് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ റഹീം ഹായ് പറയൂ പറഞ്ഞിട്ടുണ്ട്. ഹായ് മുത്തുമണീസ്. അത് പല യൂട്യൂബേഴ്സ് പറയുന്ന കേട്ടിട്ട് പറഞ്ഞതാട്ടോ. പിന്നെ പായസത്തിൽ ഉപ്പിടാറില്ലേ? ഞാന് ചെറുപയർ പായസമൊക്കെ വെക്കുമ്പോൾ ഇടാറുണ്ട്, ഇതിൽ ഇടാറില്ല. ഇടണമെങ്കിൽ ഇടാം. ഞാൻ വേർത്തതാണ് കേട്ടോ. ഭയങ്കര ചൂടാ പാലക്കാട്. നമ്മളൊന്ന് കുമിഞ്ഞ് എണിക്കുമ്പോഴത്തേക്കും അങ്ങനെ വേർത്ത് ഇതാവും. അപ്പൊ അടിച്ചുവാരി വന്നതല്ലേ, അതിന്റെയാണ് കേട്ടോ. മുതുകിലൊക്കെ അത്രയും വേർപ്പാണ് എനിക്ക്. പിന്നെ എന്താണ് ഇങ്ങനെ ഡൗൺ ആവാൻ കാരണം അത് ഞാൻ പറഞ്ഞല്ലോ. മോളുണ്ടോ ചോദിക്കുന്നുണ്ട്. മോള് അനിയത്തിയുടെ മോളാണ് കേട്ടോ. പിന്നെ എന്താ പറയാ, ഞാൻ അവളിനെ കുറച്ച് ദിവസം നമ്മളെ വീട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നേ. അപ്പൊ തിരിച്ചാക്കിയപ്പോൾ എടുത്തൊരു ചെറിയ വ്ലോഗാണത്. അല്ല, അവള് വന്നുള്ള ഒരു വ്ലോഗ് ഉണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറെ പേര് ഹായ് ഹാർട്ട് അത് ഇത് അങ്ങനെയൊക്കെ നമുക്ക് അയച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. നമ്മുടെ ചാനല് കുറച്ച് പേരെങ്കിലും മറക്കാണ്ട് ഇപ്പോഴും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് പിന്നെ ഒരു 2 ഐറ്റം ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് ഹെവി കുക്കിംഗ് ഒന്നുമില്ല. പിന്നെ കുറെ ദിവസമായി നൂഡിൽസ് കഴിച്ചിട്ട് പിന്നെ സാൻഡ്വിച്ചും ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇന്ന് ഒന്ന് ചൈനീസ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാന്ന് വിചാരിച്ചു കേട്ടോ. എപ്പോഴും നമ്മുടെ മലയാളം കേരള ബ്രേക്ക്ഫാസ്റ്റിനെക്കാട്ടിലും ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ഇരുന്നോട്ടെ. അങ്ങനെ ഇതാ പ്ലേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി കഴിക്കാനുള്ള ഐറ്റംസുകളും ഞാൻ ബുൾസയും ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും അതുപോലെ ഇതാ എന്താ പറയാ നമ്മുടെ ന്യൂഡിൽസും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച്, അതിൻ്റെ ഇടയിൽ നമുക്ക് 2 ഗസ്റ്റ് വന്നിരുന്നു. അവരെ കഴിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർ വന്നില്ല. ഇല്ല ഞാൻ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അവർ. സോസ് എന്തെങ്കിലും കഴിക്കുക. ഹലോ ഹലോ ഹായ്. അത് ഇതാകന്ന് കാക്കൊന്നും അതല്ല ഇന്നലെ രാവിലെ മുതൽ കഴിച്ചാ. അപ്പൊ ഞാൻ ഫുഡ് വിളമ്പിയിട്ടും കുറെ വിളിച്ചു. അപ്പൊ 2 പേരും വന്നില്ല കേട്ടോ. അപ്പൊ ശരി നമുക്ക് കഴിക്കണ്ടേ പറഞ്ഞ് കഴിച്ചു. ഒരുപാട് വിളിച്ചുട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ നെഗറ്റീവ് കമന്റ് അടിക്കരുത്. ഞാൻ നൂഡിൽസ് കഴിക്കല്ലേ ചോദിച്ചപ്പോൾ ഇല്ല എനിക്ക് ഇഡലിയും എന്തോ കായച്ചാറും മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരുപാട് ഫോഴ്സ് ചെയ്യാനും പറ്റില്ലല്ലോ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ. അങ്ങനെ വേഗം പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ എന്നോട് ബിരിയാണി പോട്ടിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട്. കുറേ ഇൻസ്റ്റയിലും FBയിലും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ ഓഫ്ലൈൻ വാങ്ങിയതാണ്. ബാവ മെറ്റൽസിൽ ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വ്ളോഗിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയതാണ്. അത് അവർക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞിട്ടും കുറേ വ്ളോഗേഴ്സ് വന്നിട്ട് വീഡിയോ എന്താ പറയുക, ചില സമയത്ത് ക്യാഷ് ഒക്കെ ഇല്ല, അപ്പം അവർ എടുക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ആ സ്ഥാനത്ത് ഞാൻ ഫ്രീ ആയിട്ടൊരു വീഡിയോ എടുത്ത് അത് അത്യാവശ്യം നല്ല റീച്ച് ആവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരെന്നെ തേടി പിടിച്ച് വന്ന് എനിക്ക് തന്ന ഗിഫ്റ്റാണ് കേട്ടോ അത്. ഇനി വരുമ്പോൾ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല, പോണം. നമ്മൾ അന്ന് പോയത് കുറേ പാത്രങ്ങൾ കൊടുത്തിട്ട് വേറെ പാത്രങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമുള്ള ചായയാണ്. ഞാൻ ഉണ്ടാക്കിയ ശേഷം പിന്നെ എനിക്ക് ചായ കുടിക്കാൻ തോന്നിയില്ല. അപ്പം ഞാൻ റിഹാൻക്ക് കൊടുത്തു കേട്ടോ ചായ. ഇവിടെ പിള്ളേർ തകൃതിയായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് കുട്ടിക്കാലത്ത് ഓരോ വേനൽ അവധിക്കാലം എനിക്ക് ശരിക്കും മനസ്സിൽ ഓർമ്മ വന്നു. നമ്മുടെയൊക്കെ അവധിക്കാലൊന്നും ഇനി പിള്ളേർക്ക് കിട്ടൂല അല്ലെ. എന്ത് രസമായിരുന്നു മാങ്ങ വലിക്കലും കഴിക്കലും. അതുപോലെ തൊടിയിൽ ഓലപ്പര ഉണ്ടാക്കിയിട്ട് അതില് ചോറും കൂട്ടാനും വെച്ച് കളിക്കുക. ഭയങ്കര രസമാണ്. എന്നിട്ട് 2 ഗ്യാങ് ഉണ്ടാവും. ഒരു ഗ്യാങ് ഒരു വീട്, ഒരു ഗ്യാങ് ഒരു വീട്. എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും വിരുന്നു പോണതും. അയ്യോ, എനിക്ക് ഇന്നലെ കഴിഞ്ഞൊരു ഫീൽ കേട്ടോ. ഭയങ്കര അത് കലയ്ക്കുമ്പോ. ഇപ്പൊ വാഴയുടേത് കാണുമ്പോ അത് കാണാൻ തോന്നിയിട്ട് അത് കണ്ടിട്ട് എന്താ പറയാ, എനിക്ക് മൊത്തത്തില് കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടപ്പോ പഴയ ആ ന്യൂസ്റ്റൂലോട്ട് അങ്ങ് പോയി. എന്തായാലും നമുക്കത് അവിടെ നിൽക്കട്ടെ അല്ലേ. നമുക്ക് വേഗം പോയിട്ട് ഇന്നത്തെ ചിക്കൻ സ്പെഷ്യൽ എന്താന്ന് നോക്കാട്ടോ. ഇതായിരുന്നു ലെഗ് പീസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത്. റെസിപ്പി കാണാം അല്ലേ. ലെഗ് പീസ് ഒരു 4 അല്ലാത്ത പീസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, ഉപ്പ്, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര്. എത്ര പിഴിഞ്ഞിട്ടും കിട്ടുന്നില്ല. റിഹാന് കട്ട് ചെയ്തതാണ് കേട്ടോ, അത് ശരിയായിട്ടില്ല. അപ്പൊ നന്നായിട്ട് മിക്സ് ആക്കി അവിടെ അങ്ങ് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലോട്ടൊരു മസാല ഉണ്ടാക്കണം. ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുരുമുളക്, മല്ലി, വറ്റൽമുളക്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, ഇത് രണ്ടും ചേർത്തെടുത്തിട്ടുണ്ട്. ഇതിന്നൊരു മണം വരുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കണം, വറുത്തെടുക്കണം. എന്നിട്ട് വേഗം അതിനൊന്ന് മാറ്റണം, അല്ലെങ്കിൽ കരിഞ്ഞു കേട്ടോ. നമ്മുടെ കാസ്റ്റ് അയണിന്റെ ചട്ടിയല്ലേ. ഞാൻ അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തി ഈ വലിയുള്ളി അത്യാവശ്യം കളറാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലോട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാത്രമാണ് ഒന്നുകൂടി നല്ലത് കേട്ടോ. ഇനി ഇതാ ചിക്കൻ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഓരോരോ പീസുകളും വെച്ച് കൊടുത്തിട്ട് ഈ പാത്രത്തിൽ തന്നെ ചുഴറ്റിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പൊ അതാ ജസ്റ്റ് അടച്ചു വെച്ചിട്ടുണ്ട്. ഇച്ചിരി കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി വീണ്ടും അടച്ചു വെക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വെന്ത് വരട്ടെ, ചിക്കനും വേവട്ടെ കേട്ടോ ആ ടൈം കൊണ്ട്. പിന്നെ ഞാൻ കറിവേപ്പിലൊന്ന് വലിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനിൽ ആവശ്യമുള്ള കറിവേപ്പില വലിച്ചു. നേരത്തെ വറുത്ത് വെച്ച മസാല പൊടിച്ചിട്ട് അതിൻ്റെ പകുതി ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ ഫുള്ളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഒരുപാട് ഇട്ട മസാല ഓവറാകും. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊരു ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യണം കേട്ടോ. ചെറിയ തീയിൽ പതുക്കെ പതുക്കെ വേവിച്ചാൽ മതി. പിന്നെ ഞാനിവിടെ ഒരു വലിയൊരു വലിയുള്ളിയും 4-5 പച്ചമുളക് കീറിയതും ചേർത്തിട്ട് ഇച്ചിരി കറിവേപ്പിലയും ചേർത്തെടുക്കുന്നുണ്ട്. ഈ ഒരു വലിയുള്ളിയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും ഞാൻ ഇളക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്കൊരു ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാം അല്ലേ. പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, ഒരു 3 വലിയുള്ളി, 2 തക്കാളി, 2 പച്ചമുളക്,
ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് വേഗം വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാം ഒന്നിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കളറൊന്ന് മാറിയ ശേഷം ഞാൻ ഇതിലോട്ട് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ കേട്ടോ, 2 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും, അതുപോലെ നേരത്തെ പൊടിച്ചു വെച്ച ആ മസാല പാതി ഉണ്ടായിരുന്നു അത് ഫുള്ള് ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ചേർത്തി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഴുകി വെച്ചത് 1 കിലോളം ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മസാലയ്ക്ക് എല്ലാ ഭാഗത്തും വരുന്നത് വരെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി എൻ്റെ ചട്ടികളൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എല്ലാം വാങ്ങിച്ചിട്ട് വേണം കേട്ടോ. എനിക്ക് ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ മാറ്റേണ്ട ഒരു അവസ്ഥ. സ്റ്റീലാകുമ്പോൾ പ്രശ്നമല്ല, ഇത് കട്ടിയുള്ള സ്റ്റീലായതുകൊണ്ട് ഇതും പ്രശ്നമല്ല. നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ എല്ലാം പോയി കിടക്കുക. നോൺ സ്റ്റിക്ക് പോയാൽ പിന്നെ നമ്മൾ അധികം യൂസ് ചെയ്യാണ്ടിരിക്കാൻ നല്ലത് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഇത് ചെറിയ തീയിൽ ഇങ്ങനെ വെന്ത് വരട്ടെ. എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ മസാലയും ചിക്കനും എല്ലാം വെന്ത് സെറ്റാവും കേട്ടോ. അപ്പം ഞാൻ അടച്ച് വെച്ചേക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഇളക്കുണ്ടായിരുന്നു കേട്ടോ. ഇതാ ചിക്കൻ ഗ്രേവിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പിലയും മല്ലിയില കൊത്തി അരിഞ്ഞതൊക്കെ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതും സെറ്റ് കേട്ടോ. ഈ ഒരു ചിക്കൻ ഗ്രേവി നെയ്ച്ചോറ്, തേങ്ങാച്ചോറ്, പത്തിരി ഇതിൽക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. അതിൻ്റെ ഇടയിൽ ഉപ്പാക്ക് വെറും ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളി കഴിഞ്ഞു വന്ന ശേഷം ഞാൻ ഇന്നലെ വെച്ച ബിരിയാണി ഉണ്ടായിരുന്നില്ലേ, ഇതൊന്ന് ചൂടാക്കിയും കൂടി എടുക്കണം. പിന്നെ ഉപ്പാക്ക് ഒരുപാട് പേര് FBയിലും ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജിനി ഏലക്കയുടെ തൊണ്ടോട് കൂടി ഇടരുത് എന്ന് പറയുന്നുണ്ട്. അതെന്താ, അങ്ങനെ ഇട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ കുറേ സൂപ്പർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. സൂപ്പർ വീഡിയോ, എവിടെയായിരുന്നു ഇത്ത വ്ളോഗ് മിസ് ചെയ്തു, ബിരിയാണി, പായസം, ചിക്കൻ ഫ്രൈ എല്ലാം സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ കുറേ പേര് ഹാപ്പി ബർത്ത്ഡേ, ലൈക്ക്, ഹാർട്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വീട്ടിൽ വന്നാൽ ബിരിയാണി തരുമോ ചോദിക്കുന്നുണ്ട്. ബിരിയാണി കഴിഞ്ഞു മുത്തേ, ഇനിയിപ്പോൾ തരാനൊന്നുമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതായിരുന്നു. പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. അപ്പോൾ അതും ചിക്കൻ ഗ്രേവിയും ചിക്കൻ ഫ്രൈയും പിന്നെ സാലഡും ഉണ്ട്. എൻ്റെ മോന് പിന്നെ അത് കഴിക്കാത്തതുകൊണ്ട് ഞാൻ അത് സെർവ് ചെയ്തിട്ടില്ല. ഇത് ഞാൻ അയാൾക്ക് വേണ്ടി സെർവ് ചെയ്തതാട്ടോ. അപ്പോൾ ഞാനൊന്ന് ഒരു പീസ് കഴിച്ചു നോക്കട്ടെ, എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് നോക്കാമല്ലോ അല്ലേ. അപ്പം നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ പറയൂ കേട്ടോ. क्रिस्पी तो ये रहा भाई हमारा वेज फ्रैंकी। बिल्कुल समझो यहाँ का जो टेक्सचर बहुत स्मूथ है, बहुत ज़्यादा स्मूथ है, बहुत अच्छे से रगड़े हैं। डडी फुड इसको मिला के അങ്ങനെ ഞങ്ങളെല്ലാവരും ലഞ്ചെല്ലാം കഴിച്ച് ഞാനൊരു ഹെൽത്തി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കാം കേട്ടോ. അതിൽ ചിക്കന് നമ്മളിതാ ബോൺലെസ് ഇതുപോലെ വയ്ക്കുന്നുണ്ട്. 2 എഗ്ഗും പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റോളം നമുക്ക് ആവി കയറ്റി എടുക്കണം കേട്ടോ. ചിക്കൻ ചെറുതാക്കി മുറിച്ചോളൂ, നന്നായിട്ട് വേവട്ടെ. അപ്പോൾ ഇതാ ഇതുപോലെ വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ വെന്തോന്നുള്ളത്, ചിക്കനൊക്കെ നന്നായി വെന്തോന്നുള്ളത് നോക്കണേ. അതിനുശേഷം മിക്സിയുടെ ജാർ എടുക്കുക, നമ്മുടെ എഗ്ഗ് അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 എഗ്ഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും വറ്റൽമുളകും ചേർത്തെടുക്കണം കേട്ടോ. ഇതിലോട്ട് ഇനി ചീസ് വേണം, അതുപോലെ പാലും വേണം. അപ്പോൾ ഇതെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ദാ ഇങ്ങനെ 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ ചേർത്തെടുക്കുന്നുണ്ട്, ഒരു 1/2 സ്പൂണോളം ചേർത്തിക്കോളൂ. പിന്നെ ഇതിലോട്ട് ഉപ്പും അതുപോലെ പാലും വേണം കേട്ടോ. ഒരു 1/4 കപ്പ് പാൽ ആദ്യം ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. അതാ ഇതുപോലെ വരും കേട്ടോ നമുക്ക്. പിന്നെ ചിക്കന് നന്നായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ. ക്യാപ്സിക്കം, ക്യാരറ്റ്, വലിയുള്ളി ചോപ്പ് ചെയ്തത് ചേർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ ഒരു മയോണൈസ് പോലത്തെ സംഭവമല്ലേ, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഓയിലൊന്നും ഇല്ലാണ്ട് വീറ്റ് ബ്രെഡ് ആണെങ്കിൽ ശരിക്കും വെയിറ്റ് ലോസിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ നമ്മളിതാ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിക്കുക കേട്ടോ, അത്രയേ ഉള്ളൂ.
അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സേവ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ FB, യൂട്യൂബ്, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ഇത് ഫുള്ളായിട്ട് കാണാൻ മറക്കരുത്. ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പറയുന്നത് എനിക്ക് അറിയുന്നില്ല. അപ്പോൾ എന്തായാലും ഡെയിലി വ്ളോഗ് ഇടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പഴയ പോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പഴയതിലും ഉഷാറായിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.